രേണു ലേറ്റസ്റ്റ് ആയിട്ട് ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോയ്ക്കകത്ത് ബിഷപ്പിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് സംസാരിക്കുന്നത്. താനുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ ഇടാൻ മെയിനായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. അതിൽ ഒന്നുകൂടിയാണ് ഈ ഒരു ബിഷപ്പിനെ കുറിച്ച് സംസാരിക്കണം. അദ്ദേഹം എന്നെ സപ്പോർട്ട് ചെയ്തു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് തന്നെ അദ്ദേഹത്തിനെതിരെ ഭയങ്കരമായിട്ടുള്ള സൈബർ ബുള്ളിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. കുറേയധികം പേര് നെഗറ്റീവായിട്ടൊക്കെ പറയുന്നുണ്ട്. എന്നെ സപ്പോർട്ട് ചെയ്ത ഒറ്റൊരു കാരണമാണ്. സോ എനിക്ക് വേണ്ടിയിട്ട് എൻ്റെ ഈ ഒരു സമയത്ത് എനിക്ക് വിശ്വാസമായിട്ട് നിൽക്കുന്ന സമയത്ത് പ്രാർത്ഥിക്കാനും അതിനൊക്കെ വേണ്ടിയിട്ടാണ് അദ്ദേഹം വന്നത്. എൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കി എന്നെ സപ്പോർട്ട് ചെയ്തു എന്നുള്ളത് മാത്രമാണ് അദ്ദേഹം ചെയ്തത്. അതിൻ്റെ പേരിൽ ഇങ്ങനെ ആൾക്കാർ അദ്ദേഹത്തിനെ ബുദ്ധിമുട്ടിക്കുന്നത് ഒട്ടും ശരിയായിട്ടുള്ളൊരു കാര്യമല്ല എന്നുള്ള രീതിയിലായിരുന്നു രേണു ആ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സോ ഒരു ബിഷപ്പ് തന്നെ കിച്ചുവിനെതിരെ കുറേയധികം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കുറേയധികം പേർക്കെങ്കിലും അറിയായിരിക്കും. അറിയാത്തവർക്ക് വേണ്ടി പറയുക കണക്ക് ഈ കിച്ചു ഉണ്ടെങ്കിൽ രേണുവിനെതിരെ ഒരു വീഡിയോ ഇട്ടതിന് ശേഷം ഈ ഒരു ബിഷപ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതേപോലെ കിച്ചു ഉണ്ടെങ്കിൽ ഇനിയും സംസാരിക്കുകയാണെങ്കിൽ ഞങ്ങളുണ്ടെങ്കിൽ രേണുവിൻ്റെ കൂടെ നിൽക്കുക, എന്നിട്ട് കിച്ചുവിനെതിരെ പ്രതികരിക്കും. അതുപോലെ തന്നെ കിച്ചുവിൻ്റെ കുറേയധികം കാര്യങ്ങളെല്ലാം ഞങ്ങൾക്കറിയാം, അതെല്ലാം പുറത്ത് വിടും എന്നുള്ള രീതിയിൽ ഒരു ചെറിയ രീതിയിൽ ഭീഷണിപ്പെടുത്തലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് കുറേയധികം പേര് ഈ ഒരു ബിഷപ്പിനെ നെഗറ്റീവ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ആ ഒരു കാര്യത്തിനാണ് ഇപ്പം രേണു ബിഷപ്പിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് പറയുന്നത്, അദ്ദേഹത്തിനെ ഒന്നും പറയരുത് എന്നുള്ള രീതിയിൽ എനിക്ക് വേണ്ടി പറഞ്ഞു. എനിക്ക് സപ്പോർട്ടായിട്ട് നിന്നതിനാണ് ഇങ്ങനെ ആൾക്കാർ അദ്ദേഹത്തിനെ ക്രൂശിക്കുന്നത് എന്നുള്ളൊരു കാര്യമാണ് രേണു പറഞ്ഞിട്ടുണ്ടായിരുന്നത്.